നമസ്കാരം. തമിഴ് രാഷ്ട്രീയത്തിൽ എക്കാലത്തും കാല് പതിപ്പിക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് ബി.ജെ.പി. നമുക്കറിയാം, ചെങ്കോലും കിരീടവുമായി പാർലമെന്റിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പോടിയായി വെച്ചതും പലതരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ അന്ന് വലിയ തരത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം DMK ബി.ജെ.പിയിലോട്ട് പോകുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത്. സെന്തിൽ ബാലാജി, പടിഞ്ഞാറൻ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ കരുത്തനായ നേതാവാണ് സെന്തിൽ ബാലാജി. 2011-16 ജയലളിത സർക്കാരിൻ്റെ കാലത്ത് ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കെ കോഴ വാങ്ങി ഉദ്യോഗസ്ഥരെ നിയമിച്ചു എന്നുള്ള തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ അന്നുണ്ടായിരുന്നു. അതിൻ്റെ തുടർ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം ഈ നടക്കുന്ന ഏറ്റവും വലിയ സംഭവ വികാസങ്ങൾ തമിഴ് രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം സെന്തിൽ ബാലാജിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അനുവാദം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് TVK ഗവർണർക്ക് കത്തയച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ 2011-16 ജയലളിതയുടെ സർക്കാരിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കുകയാണ് ഈ ഒരു ആരോപണം സെന്തിൽ ബാലാജിക്കെതിരെ വരുന്നത്. അപ്പം അന്ന് ഈ ആരോപണം വന്നപ്പം പിന്നീട് 2023 സെന്തിൽ ബാലാജിയെ, അന്ന് DMK-യിലായിരുന്നു സെന്തിൽ ബാലാജിയെ അറസ്റ്റ് ചെയ്യുന്ന രംഗമെല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ്. പിന്നീട് അങ്ങോട്ട് സെന്തിൽ ബാലാജിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തമിഴ്നാട് സർക്കാരിലോട്ട് വലിയ തരത്തിലുള്ള ഒരു ഫോഴ്സ് സെൻട്രൽ ഗവൺമെൻറ് EDയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അന്ന് അതിൻ്റെ ഭാഗമായിട്ട് ED അന്നത്തെ ഗവർണർ RN രവിക്ക് കത്തയച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് DMK സർക്കാർ എന്ന് പറഞ്ഞൊരു കാര്യം, ED കത്തയക്കേണ്ടത് ഗവർണർക്കല്ല, ED കത്തയക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അക്കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതും കാര്യങ്ങൾ ചെയ്യേണ്ടതും സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരുമായിട്ടാണ് ഈ കാര്യങ്ങൾ ബന്ധപ്പെടേണ്ടത് എന്നാണ് അന്ന് DMK സർക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ED ഈ പറഞ്ഞ പോലെ DMK സർക്കാരിന് കത്തയക്കുകയും സെന്തിൽ ബാലാജിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കണമെന്ന് കത്തൊക്കെ നൽകിയിരുന്നു. അന്ന് ഈ വിഷയം പിന്നീട് DMK സർക്കാർ ഒന്നും ചെയ്തില്ല, ആ സാധനം അങ്ങനെ പൂഴ്ത്തി വെച്ചു. ഇപ്പം തമിഴ് രാഷ്ട്രീയം വീണ്ടും മാറി മറിഞ്ഞിരിക്കുകയാണ്. TVK ഭരണത്തിലേറിയതോടുകൂടി ED ഒരിക്കൽ കൂടി ആ സാധനം ഒരു മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ED ചെയ്തിരിക്കുന്ന TVK ഗവൺമെൻറ് ചെയ്തിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം, ഈ ഒരു കത്ത് ഗവർണർക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു, പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഒരു കാര്യം വളരെ കൃത്യമാണ്, TVK ലക്ഷ്യം വെക്കുന്നത് സെന്തിൽ ബാലാജിയെ മാത്രമല്ല. കാരണം വിജയ് തന്നെ ഔദ്യോഗികമായി പറഞ്ഞതാണ്, തമിഴ് രാഷ്ട്രീയം ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് TVK വേഴ്സ് DMK എന്നുള്ള തരത്തിലാണ് വിജയ് തന്നെ പരസ്യമായി അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിൽ പറഞ്ഞത്. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഇവിടെ കൊണ്ട് തീരില്ല. നമുക്കറിയാം, തമിഴ് രാഷ്ട്രീയത്തിലെ അടിവേരുള്ള നേതാവാണ് സ്റ്റാലിൻ. അപ്പം സ്റ്റാലിനും വിജയും തമ്മിൽ ഒരു പെട്ടെന്ന് 3 വർഷത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമുള്ള ഒരു സംഘടന, ആ സംഘടന പെട്ടെന്ന് രാഷ്ട്രീയ പാർട്ടി ആകുന്നു. രാഷ്ട്രീയ പാർട്ടി ആയത് മാത്രമല്ല, 108 സീറ്റുമായി പെട്ടെന്ന് ഭരണത്തിലേറുന്നു. അപ്പം ഇത്തരത്തിൽ ഒരു അടിത്തട്ടിൽ വലിയ തരത്തിലുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സംഘടന ചട്ടക്കൂടില്ലാത്ത TVKയും മറുവശത്ത് അതികേഡറായ കേരള സംസ്ഥാനത്ത് CPM-ന്റെ കേഡർ സിസ്റ്റം എങ്ങനെയാണോ താഴെ തട്ടിൽ വർക്ക് ചെയ്യുന്നത്, അതേപോലത്തെയാണ് തമിഴ്നാട്ടിൽ DMK-യുടെ സ്ട്രക്ചർ തമിഴ് രാഷ്ട്രീയത്തിൽ അടിവേരിൽ ഉള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് TVKയും വിജയും പാടെ കൂടിയിട്ട് DMK ഇല്ലാണ്ടാക്കാൻ നോക്കുന്നത്. അന്ന് ED കത്തയച്ചപ്പം DMK ഗവൺമെൻറ് പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങനെ മന്ത്രി ആയിരിക്കെയാണ് അദ്ദേഹത്തിനെതിരെ ഈ ഒരു ആരോപണം വന്നത്. അപ്പം ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കാനുള്ള അധികാരം അത് ഗവൺമെൻറ്റിനാണ്, അതായത് സംസ്ഥാന സർക്കാരിനാണ്, അല്ലാണ്ട് EDക്കല്ല എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം അന്ന് DMK സർക്കാർ വ്യക്തമായി EDയോട് പറഞ്ഞിരുന്നു. ഇപ്പം ഭരണം മാറുമ്പോൾ TVK ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി മുമ്പോട്ട് പോകുമ്പം അത് DMK എങ്ങനെ നേരിടും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ്. മാത്രമല്ല, ഇപ്പം നമ്മളിതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് TVK DMKക്കെതിരെ യൂസ് ചെയ്തല്ല. ഇതേ സാധനം DMK AIDMK മന്ത്രിമാർക്കെതിരെ യൂസ് ചെയ്തിട്ടുണ്ട്. അവർ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ ഗവർണർക്ക് DMK കത്ത് നൽകിയിരുന്നു. ആ കത്ത് നൽകിയതിൽ ബന്ധപ്പെട്ടിട്ട് പിന്നീട് ഗവർണർ യാതൊരുവിധ പ്രതികരണവും അതിൽ നൽകിയിട്ടില്ല എന്നുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പം ഇപ്പോൾ TVK കൊടുത്ത കാര്യത്തിൽ ഗവർണർ എന്തെങ്കിലും നടപടി എടുക്കുമോ എന്നുള്ളതും കാത്തിരിക്കും. കാരണം ഇതേപോലെ തന്നെ മുമ്പ് DMK കൊടുത്തു കഴിഞ്ഞപ്പം അന്ന് ഗവർണർ യാതൊരുവിധ നടപടിയും AIDMK നേതാക്കന്മാർക്കെതിരെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അന്ന് AIDMK BJP NDAയുടെ ഭാഗമായിരുന്നു തമിഴ്നാട്ടിൽ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പം ഇപ്പം മറ്റൊരു വശത്ത്
ഇന്ത്യ മുന്നണിയിൽ നിന്നും ഔദ്യോഗികമായി DMK പുറത്തു പോയി എന്നുള്ളത് MK സ്റ്റാലിൻ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ്. കനിമൊഴി അതുമായി ബന്ധപ്പെട്ട കത്ത് ലോക്സഭാ സ്പീക്കർക്ക് നൽകിയതുമാണ്. അപ്പം ഇനി എന്തായാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല DMK എന്നുള്ളതൊരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ BJPയിലോട്ട് DMK പോകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. കാരണം ഇതിനു മുമ്പ് BJP DMK അലയൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി BJPയിലോട്ട് DMK പോയി കഴിഞ്ഞാൽ അതിനെ അത്ഭുതപ്പെടാനൊന്നും നമുക്ക് കഴിയില്ല. കാരണം ഇങ്ങനെ ഓൾറെഡി പോയ സ്ഥിതിക്ക് ഇതിൽ വലിയ അത്ഭുതമൊന്നും അതിലില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. മറുവശത്ത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം പാടെ തകർന്നിരിക്കുന്നു. കാരണം ഒരു വശത്ത് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി ഇല്ലാണ്ടായിരിക്കുന്നു, മറുവശത്ത് DMK തോറ്റിരിക്കുന്നു, DMK മുന്നണി വിടുന്നു, അപ്പം ആം ആദ്മി മുന്നണി വിട്ടിരിക്കുന്നു. അപ്പം ഒരു വിധത്തിൽ നോക്കുമ്പം ഇന്ത്യ മുന്നണി ഇല്ലാണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി മോദിക്കും അമിത്ഷാക്കും കേന്ദ്രത്തിൽ നമുക്കറിയാം 240 സീറ്റുകളേ ഉള്ളൂ. അവിടെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ളൊരു ഭൂരിപക്ഷമല്ല. പിന്നീട് ഈ പറഞ്ഞ പോലെ തെലുഗുദേശം പാർട്ടിയുടെയും JDUവിൻ്റെ സപ്പോർട്ട്, നിതീഷിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടിയാണ് ഇന്ന് കേന്ദ്രത്തിൽ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും ഒരുപാട് കാര്യങ്ങൾ ഭരണഘടനാ ഭേദഗതിയായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതിൻ്റെ ഡീലിമിറ്റേഷൻ ബില്ല് അതിലൊരു ഉദാഹരണം മാത്രമാണ്. 1 നേഷൻ 1 ഇലക്ഷൻ അതതിൽ മറ്റൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇത്തരത്തിൽ പല ലക്ഷ്യങ്ങളും BJPക്കും അമിത്ഷാക്കും അവിടെ ഉണ്ട്, മോദിക്കും ഉണ്ട്. അപ്പം DMK BJPയിലോട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറഞ്ഞാൽ ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം നിലവിലെ സ്ഥിതിഗതികൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം DMK എന്ത് നിലപാടെടുക്കും എന്നുള്ളതും. സെന്തൽ ബാലാജിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ എന്ത് പറയുന്നുള്ളൂ, ഗവർണർ യെസ് മൂടുമോ എന്നുള്ളതും എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.